ആലുവയിൽ ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താത്തതിനെതിരെ വിദ്യാർത്ഥിനികൾ നടത്തിയ പ്രതിഷേധം ഫലം കണ്ടു. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ സ്റ്റോപ്പിലെത്തി വിദ്യാർത്ഥിനികളുടെ മുന്നിൽ വെച്ച് ബസ് ജീവനക്കാർക്ക് താക്കീതും നൽകി. ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിനും മറ്റുമായി 600-ലേറെ വിദ്യാർത്ഥികളാണ് ഈ സ്റ്റോപ്പിൽ നിന്നും ബസ് കയറുന്നത്. സ്റ്റോപ്പിലെ കുട്ടികൾ വരുമ്പോൾ നിർത്തി കൊടുക്കാം. കേട്ടോ, വണ്ടി എല്ലാ ദിവസവും കൃത്യമായി സ്റ്റോപ്പിൽ നിർത്തി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പരാതി വരരുത്. നിങ്ങളുടെ കടമയാണത്. കറക്റ്റായിട്ട് സ്റ്റോപ്പുകളിൽ തന്നെ നിർത്താം. കുട്ടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഒരാൾ അവിടെ നിർത്തും, വേറൊരാൾ അവിടെ നിർത്തും. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അത് ചെയ്യരുത്. കൃത്യമായ സ്ഥലത്ത് തന്നെ നിർത്തും. തുടർന്നും പരിശോധന ഉണ്ടാവും. കേട്ടോ, പരിശോധന ഇനിയുണ്ടാവും. 3 മണിക്ക് കോളേജ് വിട്ടാൽ 6 മണി കഴിഞ്ഞും കുട്ടികൾ ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ്. കുട്ടികളെ കാണുമ്പോൾ ബസ്സുകൾ അതിവേഗം ഓടിച്ചു പോകും. ഗത്യന്തരമില്ലാതെ ഏതാനും വിദ്യാർത്ഥികൾ അൻവർ സാദത്ത് MLA-ക്ക് മുന്നിൽ നേരിട്ടെത്തി പരാതി ഉന്നയിച്ചു. മോശമായും മറ്റും പെരുമാറുന്ന ബസ്സിൽ കയറി കുത്തിയിരുന്ന് തന്നെ വിളിച്ചാൽ ഉടൻ പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ് MLA മൊബൈൽ നമ്പറും നൽകി. ഞങ്ങൾ ബസ്സിൽ നിർബന്ധമാണ്. ഞങ്ങൾക്ക് MLA പറഞ്ഞു. MLA ഞങ്ങൾക്ക് MLA അറിയിക്കാനാണ് പറഞ്ഞത്. ഒരു കംപ്ലൈന്റ് എന്റെ നമ്പറില് കംപ്ലൈന്റ് പ്രിൻസിപ്പൽ പറയുന്നത് എന്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ ആ മോശമായി. കുട്ടികളുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലും വൈറലായി. ഇതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരെത്തി ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകിയത്. ഇടയ്ക്കിടെ പരിശോധനയും തുടരും. ഞങ്ങൾ ആലുവ സബ് RTO ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ്. ആലുവ ജോയിന്റ് RTOക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ ഒരു പരാതി, സെന്റ് സേവിയേഴ്സ് കോളേജ് വിടുന്ന സമയത്ത് ഏകദേശം 3 മണി സമയത്ത് ഒത്തിരി കുട്ടികൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി പോകാനായി ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ ചില ബസ്സുകൾ ഈ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരാതിയാണ് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 ദിവസങ്ങളിലായി ഇവിടെ മഫ്തിയിലും മറ്റും ഞങ്ങൾ ചില ഓപ്പറേഷൻസ് നടത്തി. അതിൽ നിന്നും ചില ബസ്സുകൾ ഇവിടെ നിർത്തുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഇന്ന് ഞങ്ങൾ ചെയ്തത് ഇവിടെ വരുന്ന എല്ലാ ബസ്സുകൾക്കും ബസ് ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ കണ്ടക്ടർമാർക്കും കർശനമായ നിർദ്ദേശം നൽകി വിടുകയാണ് ഉണ്ടായത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലുള്ള പരിശോധനയിൽ നിയമം പാലിക്കാത്ത കുട്ടികളെ കയറ്റാത്ത ബസ്സുകൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുക എന്ന് അറിയിക്കുന്നു. ജോയിന്റ് RTO കർശനമായ നിർദ്ദേശം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്. ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ അറിയിച്ചിരിക്കുകയാണ്. ക്യാമറ ഒന്ന് കൊടുക്കുന്നു കേട്ടോ. മൈത്രി ബസ്സിന്റെ ഡ്രൈവറിങ് വരൂ. കണ്ടക്ടർ സാർ വരും. ഇവരൊന്ന് ആളൊന്ന് വരട്ടെ. സാർ, നിങ്ങൾ വണ്ടി നിർത്തുന്നില്ലെന്ന് പെൺകുട്ടികൾക്ക് വ്യാപക പരാതിയുണ്ട്. വണ്ടിയിട്ട് പറയട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞു, വണ്ടിയിട്ട് ഓടിക്കാറ്. നിങ്ങൾ അവിടെ നിർത്തും, കുട്ടികൾ അവിടെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിർത്തും, ഇവിടെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ മാറ്റി. ആരും ഓടല്ലേ, അത് പറഞ്ഞ കറക്റ്റാണ്. നിങ്ങളെ പെൺകുട്ടികളെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും വണ്ടിയുടെ അങ്ങോട്ട് ചെല്ലരുത്. അത് ശരിയാണ് കേട്ടോ. നിങ്ങൾ അവര് കറക്റ്റ് സ്റ്റോപ്പിൽ നിർത്തും. നാളെ കറക്റ്റ് നിർത്തൂലേ? നാളെ കറക്റ്റായിട്ട് വണ്ടി സ്റ്റോപ്പിൽ നിർത്തും. നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങി ചെല്ലരുത്. അത് ഡേഞ്ചറാണ്, അവർക്ക് റിസ്ക് ആണ്. മനസ്സിലായല്ലോ? സത്യമാണ്, ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അവർ നിർത്തി തരും. റോഡിൽ ഇറങ്ങി നിൽക്കരുത് കേട്ടല്ലോ എല്ലാവരും.
മലയോര ന്യൂസ് ബ്യൂറോ ആലുവ.